ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് പുതിയൊരു പ്ലേലിസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഒരു പ്ലേലിസ്റ്റാണ് ട്രെൻഡിങ് ടോപ്പിക്സ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ ഒരു ഫീഡ്ബാക്കിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC റീസെൻ്റ് ആയിട്ട് എക്സാമുകളിൽ ചോദിക്കുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രീൻ റെവല്യൂഷനും ന്യൂ എക്കണോമിക് റിഫോംസുമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, RBI ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം വരും ക്ലാസ്സുകളിൽ നമ്മൾ കവർ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ട്രെൻഡിങ് ടോപ്പിക്സ് എന്നൊരു പ്ലേലിസ്റ്റ് വഴി നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകൾക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന രീതിയിലാണ്, എഡ്ഡി ക്ലർക്ക് മെയിൻ എക്സാമിനും ഡിഗ്രി പ്രിലിമിനറി എക്സാംസിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ 2 ക്ലാസ്സും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസും ഫീഡ്ബാക്കും ഒക്കെയാണ് പുതിയ വീഡിയോസ്, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ പ്ലീസ് ടു സപ്പോർട്ട്, കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ. അതൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് +1 ഇക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്, സാമ്പത്തിക ശാസ്ത്രം. അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്കണോമിക്സ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിലെ ഓരോരോ ടേബിളൊക്കെ PSCയുടെ ഫേവറേറ്റ് ആണ് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും. ഇപ്പോൾ മുന്നേ ചോദിച്ചിട്ടുണ്ട്, പരുത്തി വസ്ത്രങ്ങളുടെ വകഭേദമായ മസ്ലിൻ തുണിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയും പരിസര പ്രദേശങ്ങളുമാണ്. ആ ഒരു ഫാക്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു കാര്യമാണ് ഈ കാലയളവിൽ. അപ്പോൾ പണ്ടത്തെ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ പുരോഗതിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വികസിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പണ്ട് ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ആ സമയത്തൊക്കെ ഈ കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം, ആളോഹരി വരുമാനം എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള ആത്മാർത്ഥമായൊരു പരിശ്രമവും കോളനി ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇക്കാര്യത്തിൽ വ്യക്തിപരമായ ചില ശ്രമങ്ങൾ നടന്നുവെങ്കിലും പരസ്പര വിരുദ്ധവും ചേർച്ചയില്ലാത്തതുമായ ഫലങ്ങളാണ് ലഭിച്ചത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആരാണ്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനൊക്കെ മുൻപ് കുറച്ച് വ്യക്തികൾ ഈ നാഷണൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ പേര് PSC ചോദിക്കാറുണ്ട്. ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഫിൻറ്റ്ലെ ഫിറാസ്, VKR റാവു, CR ദേശായി. അപ്പോൾ ഇതിൽ കുറച്ച് പേരുടെ പേരുകൾ ഓൾറെഡി SCERT പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ പേരുകളും അതിലില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. ദാദാബായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഫിൻറ്റ്ലെ ഫിറാസ്, VKR റാവു, CR ദേശായി എന്നിവർ നടത്തിയ പഠനങ്ങൾ ഇവയിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. എന്നാൽ VKR റാവുവിൻ്റെ പഠനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ സമ്പദ്ഘടന 1950 മുതൽ 1990 വരെ ഇന്ത്യയിലെ സമ്പദ്ഘടനയിലുണ്ടായ മാറ്റങ്ങളൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് 5 ഇയർ പ്ലാൻസിൻ്റെ, അതായത് ഇന്ത്യയിൽ 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസിനെ പറ്റി, എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്നതിനെ പറ്റി ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് SCERTയിലും ഉള്ള ഫാക്ടറാണ്. എവിടെ നിന്നായാലും ഈ ഒരു ഫാക്റ്റ് ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതാണ്? 4 ലക്ഷ്യങ്ങളാണുള്ളത് അല്ലേ? സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സ്വമത്വം. 4 ലക്ഷ്യങ്ങളാണ്. ഇങ്ങനെയാണ് 4 കാര്യങ്ങളാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. വളർച്ച എന്ന് പറയുമ്പോൾ ഗ്രോത്ത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ആരെന്നുള്ളത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ആരാണ്? അത് മഹാലാനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണ
ആസൂത്രണത്തിൻ്റെ പിതാവെന്ന് ചോദിച്ചാൽ ആരാണ്? അത് വിശ്വേശ്വര അയ്യാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മോഡൽ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരുടെ മോഡലാണ്? അത് ഹെറോൾഡ് ഡോമർ മോഡലാണ് അല്ലേ. HD മോഡൽ അല്ലെങ്കിൽ ഹെറോൾഡ് ഡോമർ മോഡലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിൻ്റെ ആശയങ്ങൾ കൂടുതലും ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആസൂത്രണം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി മുതലാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ കൊടുത്തത് കൃഷിക്കാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ കൊടുത്തത് എന്തിനാണ്? വ്യവസായത്തിനാണ്. ഓക്കെ. ഇനി ഇദ്ദേഹം കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ISI ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൽക്കട്ടയിലാണ്. എവിടെയാണെന്നുള്ളതും ചോദ്യമാണ്. ആരാണ് സ്ഥാപിച്ചിട്ടുള്ളത്? മഹലനോബിസ് ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സാങ്ക്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സാങ്ക്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തത് മഹലനോബിസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഇതാണ് ഇക്വിറ്റി, സമത്വം. ഇതാണ് 5 ഇയർ പ്ലാൻസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളൊരു പോർഷനാണ്. ഇപ്പോൾ റീസെൻ്റ്ലി എക്സാമുകൾക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഹരിത വിപ്ലവം, ഗ്രീൻ റെവല്യൂഷൻ ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇതിലത്തെ ഫാക്ട്സ് അല്ല, പല ഫാക്ട്സും മിക്സ് ചെയ്തിട്ടാണ് ഗ്രീൻ റെവല്യൂഷനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പാരലലി പറഞ്ഞു പോകും. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. സോ സ്വാതന്ത്ര്യ സമയത്ത് രാജ്യത്തിലെ 75% ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചത്. സ്വാതന്ത്ര്യം ലഭിക്കുന്ന വർഷം ഏതാണ്? 1947. കൃഷിയെ ആശ്രയിച്ചിട്ടായിരുന്ന ഭൂരിഭാഗം ഇന്ത്യക്കാരും ഉണ്ടായിരുന്നത്. പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നാലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താലും കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഹരിത വിപ്ലവം നടക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു. ഉള്ള ആൾക്കാർ തന്നെ കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരായിരുന്നു കൂടുതൽ. ആ കൃഷിയിൽ തന്നെ വളരെയധികം സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള ഒരു കഴിവോ കപ്പാസിറ്റിയോ ഒന്നും അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഇമ്പോർട്ടൻസ്. സോ ജലസേചന സൗകര്യം ലഭ്യമല്ലെങ്കിൽ മഴക്കുറവ് കർഷകരെ പ്രയാസത്തിലാക്കിയിരുന്നു. വളരെ കുറച്ച് കർഷകർക്ക് മാത്രമേ ജലസേചന സൗകര്യങ്ങൾ ലഭ്യമായിരുന്നുള്ളൂ. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യയിൽ എന്ത് നടക്കുന്നത്? ഹരിത വിപ്ലവം നടക്കുന്നത്, ഗ്രീൻ റെവല്യൂഷൻ നടക്കുന്നത്. സോ ബേസിക്കലി എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ, പ്രത്യേകിച്ചും ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയും ഉൽപാദനത്തിലുണ്ടായ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹരിത വിപ്ലവം എന്നത് എല്ലാ വിത്തിനങ്ങളുടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹൈ ഈൽഡ് വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് അല്ലേ, HYV എന്നൊക്കെ നമ്മൾ പറയും. പ്രത്യേകിച്ച് ഏത് വിളകളുടെയാണ്? ഗോതമ്പിൻ്റെയും നെല്ലിൻ്റെയാണ്. ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇതെല്ലാം ചോദ്യങ്ങളാണ്. പറയുന്ന ഫാക്ട്സ് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. സോ ഹരിത വിപ്ലവം ആദ്യമായിട്ട് ഉണ്ടായത് ഇന്ത്യയിലാണെന്ന് പറയാൻ പറ്റുമോ? അല്ല. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ്. എവിടെയാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്? മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുകയാണെങ്കിൽ അതാരാ? MS സ്വാമിനാഥനാണോ? അല്ല. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് നോർമൻ ബോർലോഗാണ്. അതാരാണ് പിതാവ്? ലോകത്ത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരെന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ റീസെൻ്റ് ആയിട്ട് PSC ചോദിച്ചതാണ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ബോർലോഗിന് പകരം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ശരിയാണെന്ന് തോന്നും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ. അതല്ലാണ്ട് ഹരിത വിപ്ലവത്തിൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? നോർമൻ ബോർലോഗ് ആണ്. ഓക്കെ. ഇനി ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. ആരാണ്? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡാണ്. അതും ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എവിടെയാണ്? അത് ഇന്ത്യയിലാണോ? അപ്പോൾ ഇന്ത്യയിലോട്ട് എത്തിയിട്ടില്ല. ലോകത്തിൽ ആദ്യം മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗ്, ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത് വില്യം ഗൗഡ്. ഇനി ഏഷ്യയിലേക്ക് വരാണ്. ഏഷ്യയിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവം നടന്നത് അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഏതാണ്? ഫിലിപ്പീൻസ്. ഓക്കെ. അപ്പോൾ നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആയതുകൊണ്ട് നമുക്കറിയാം
ബോർലോഗ് അവാർഡ് നൽകുന്ന മേഖല തീർച്ചയായിട്ടും കാർഷിക രംഗവും. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമൊക്കെ നേടിയിട്ടുണ്ട് ഈ നോർമൻ ബോർലോഗ്. 1970 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് നോർമൻ ബോർലോഗാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലോട്ട് വരാം. ഇന്ത്യയിൽ ശരിക്കും ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. 1965 മുതൽ 75 വരെയാണ് ഒന്നാം ഘട്ടം എന്ന് വിളിക്കപ്പെടുന്നത്. പല രീതിയിൽ 1965 എന്നൊരു കറക്റ്റ് വർഷമല്ലെങ്കിലും 1960 മധ്യങ്ങളിൽ എന്നൊക്കെയായിരിക്കാം ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നുണ്ടാവുക. സോ 1965 to 1975 ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം 1975 മുതൽ 1985. ഓക്കെ, ഇങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം നടന്നിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇനി ഹരിത വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ കൃഷി മന്ത്രി ആയിരുന്ന വ്യക്തിയാണ്, കേന്ദ്ര കൃഷി മന്ത്രി ആയിരുന്ന വ്യക്തിയാണ് C. സുബ്രഹ്മണ്യം. ഈ ഫാക്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാത്തവരെ ശ്രദ്ധിച്ചു പഠിക്കുക. ഇനി ഹരിത വിപ്ലവത്തിൽ എന്തൊക്കെയാണ് ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഓരോ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വസ്തുതകൾ നമുക്ക് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിന് എന്താവശ്യമാണ്? കൃത്യമായ അളവിൽ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയും സ്ഥിരമായ ജലസേചനവും ആവശ്യമാണ്. നമ്മളൊരു ഹൈ ഈൽഡിങ് വെറൈറ്റി ക്രോപ്സ് അതിനുള്ള വിത്തിനങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ വിത്തിനങ്ങൾ അത് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ആവണമെങ്കിൽ, അത് വളർന്നൊരു ചെടി ആവണമെങ്കിൽ എന്തൊക്കെ വേണം? കൃത്യമായ അളവിൽ രാസവളങ്ങളും കീടനാശിനിയും ജലസൗകര്യം, വെള്ളമൊക്കെ വേണമല്ലേ, നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനു പുറമെ ഇൻപുട്സ് ശരിയായ അനുപാതത്തിലുള്ള ഉപയോഗവും പ്രധാനമാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളിൽ നിന്നും കർഷകർക്ക് മെച്ചമുണ്ടാവണമെങ്കിൽ സ്ഥായിയായ ജലസേചന സൗകര്യങ്ങളും രാസവളം, കീടനാശിനി എന്നിവ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും അത്യാവശ്യമാണ്. ഇതൊക്കെ കൂടി ചേർന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചൊരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. കൃത്യമായിട്ടൊരു ഇൻപുട്ട് കൊടുത്താൽ മാത്രമാണ് ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. ബേസിക്കായിട്ട് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി തൽഫലമായി ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെ, ഈ അതേ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. 1965 മുതൽ 75 വരെയൊന്നും PSC ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പരിമിതിപ്പെട്ടു. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ച് പഠിക്കാം. ഇപ്പം ഇന്ത്യയിൽ മൊത്തം ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം നടന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തരികയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ നമുക്ക് ബംഗാൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് എന്തായാലും ബംഗാളിലൊക്കെ നടന്നിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എനിക്ക് ഇനീഷ്യലി തോന്നിയിട്ടുണ്ട് ഈ ഒരു ഫാക്റ്റ് വായിക്കണേലൊക്കെ വളരെ കാലം മുൻപ്. സോ ശ്രദ്ധിച്ച് പഠിക്കുക. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ലിമിറ്റഡ് ആയിട്ട് ഇന്ത്യയിലെ വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. കാരണം എന്താണ്? സാമ്പത്തികമായിട്ടുള്ള കപ്പാസിറ്റി ആവശ്യമായിരുന്നു. ക്രോപ്പിൻ്റെ വെറൈറ്റി, ഒരുപാട് വിത്തിനങ്ങൾ അടിപൊളിയായിട്ടുള്ളത് ഉണ്ടായിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് ഇൻപുട്ടുകളും പ്രദാനം ചെയ്യണമായിരുന്നു. അതുകൊണ്ട് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പരിമിതപ്പെട്ടു. അതിലുപരി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ്. ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ, അതായത് 1970 പകുതി മുതൽ 1980 പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒന്നാം ഘട്ടം ലിമിറ്റഡ് ആയിരുന്നു. രണ്ടാം ഘട്ടം വരുമ്പോഴാണ് അത് ഹരിത വിപ്ലവം ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട ഭാഗത്തേക്കൊക്കെ നടന്നു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. അങ്ങനെ ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ക്രോപ്സ് ഒക്കെ കൊണ്ടുവന്നു, കറക്റ്റായിട്ട് ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് ആക്കാനായിട്ട് പറ്റി. ഇനി എന്തൊക്കെ നേട്ടങ്ങളാണ് ഹരിത വിപ്ലവത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി നാം അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുടെയോ ദയയ്ക്ക് വേണ്ടി ഇനി കാത്തു
നിൽക്കേണ്ടതില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന അളവ് കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? രാജ്യത്തിൻ്റെ സ്ഥിതി അത്രയൊരു നല്ലൊരു സ്ഥിതിയല്ല. കാരണം ഇവിടെ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഒരു നഷ്ടമാണ്. കൂടുതൽ ഇറക്കുമതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രാജ്യം അതിന് കേപ്പബിൾ അല്ല, അതുകൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. എക്സ്പോർട്ട് കയറ്റുമതി കൂടുതലാണ് എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്യാനും ഇവിടെയുണ്ട്, ബാക്കിയുള്ള രാജ്യത്തേക്ക് കയറ്റി അയക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു സാമ്പത്തിക പുരോഗതിയുടെ ലക്ഷണമാണ്. ഇനി നമുക്ക് അതായത് ഹരിത വിപ്ലവം നടന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ റിസൾട്ടുകളാണ് ഹരിത വിപ്ലവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളത്. അപ്പോൾ കർഷകർ അതിന് മുന്നേയും ഇന്ത്യയിൽ ഭൂരിഭാഗം പേരും കർഷകരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർഷകരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് തന്നെ ചിലവാക്കാനുള്ള രീതിയിലുള്ള ഫുഡുകൾ മാത്രം അവർ ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. അത്ര ലിമിറ്റഡ് ആയിരുന്നു. ഹരിത വിപ്ലവത്തിന് ശേഷം പ്രധാനമായിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇവർ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പാദനമൊക്കെ അവർക്ക് മാർക്കറ്റിൽ പോയിട്ട് വിൽക്കാനായിട്ട് പറ്റുന്നു. അങ്ങനെയുള്ളൊരു രീതിയിൽ മാത്രമാണ് ഒരു നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തികമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് അത് കാരണമാവുള്ളൂ. ഹരിത വിപ്ലവം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കൂടെ വഴി തെളിച്ചു എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വളർച്ച പ്രാധാന്യം അർഹിക്കുന്നതാണ്, പക്ഷേ അത് പര്യാപ്തമായിരുന്നില്ല. ഇത് ഉൽപ്പാദന വർധവിൻ്റെ വലിയൊരു ഭാഗം വിപണികളിൽ വിൽക്കാതെ കർഷകർ തന്നെ സ്വയം ഉപഭോഗം നടത്തി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ സ്വയം അവർക്ക് ആവശ്യമുള്ളത് ഉപഭോഗം നടത്തുകയാണെങ്കിൽ അത് ദേശീയ വരുമാനത്തിലൊന്നും വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. പിന്നെ എപ്പോഴാണ് വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ലാഭം ഉണ്ടാക്കാനായിട്ട് പറ്റുക? കർഷകർ വിപണിയിൽ വിൽക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിൻ്റെ ഭാഗമാണ് കമ്പോള മിച്ചം, മാർക്കറ്റഡ് സർപ്ലസ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമാണ്, അതായത് കർഷകർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് ഉപയോഗിക്കുക മാത്രമല്ല മാർക്കറ്റിൽ പോയിട്ട് അവർക്കത് വിൽക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ ആ ഒരു വേർഡ് മാർക്കറ്റഡ് സർപ്ലസ്, ഇതാണ് മാർക്കറ്റഡ് സർപ്ലസ്. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ മാത്രമാണ് നമുക്കൊരു നാഷണൽ ഇൻകം, ദേശീയ വരുമാനം ഇൻക്രീസ് ചെയ്യാനൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. ഹരിത വിപ്ലവത്തിൻ്റെ സമയത്ത് ഉൽപ്പാദിപ്പിച്ച അരിയുടെയും ഗോതമ്പിൻ്റെയും നല്ലൊരു ഭാഗം വിപണിയിൽ ലഭ്യമാക്കിയ മിച്ചം കർഷകർ വിപണിയിൽ വിറ്റു. തൽഫലമായി മറ്റ് ഉപഭോഗ വസ്തുക്കളെ അപേക്ഷിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്ന താഴ്ന്ന വരുമാനക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിലുണ്ടായ കുറവ് പ്രയോജനകരമായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ മുന്നേ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ടാക്സും അതൊക്കെ കഴിഞ്ഞ് വിലയും ഭയങ്കര കൂടുതലായിരിക്കും. സാധാരണക്കാർക്ക് അതൊന്നും എഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഹരിത വിപ്ലവത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഇന്ന് മാർക്കറ്റഡ് സർപ്ലസ് ഒക്കെ ലഭിച്ചത് മൂലം ഈ ഭക്ഷ്യസാധനങ്ങളുടെ വില കുറഞ്ഞു. അതുകൊണ്ട് സാധാരണക്കാർക്കും ആ ഒരു കുറവ് പ്രയോജനകരമായി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹരിത വിപ്ലവത്തിൻ്റെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമാണ്. ഇനി നെഗറ്റീവ്സും, ഒരു സംഭവം നടക്കുമ്പോൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാകും. അതുപോലെ തന്നെ ഹരിത വിപ്ലവം രാഷ്ട്രത്തിന് വലിയ നേട്ടം ഉണ്ടാക്കിയെങ്കിലും ഇതിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിരുന്നില്ല. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് ഹൈ ഈൽഡിങ് വെറൈറ്റി ക്രോപ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മാത്രം പോരാ, അതിന് ഇൻപുട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് രാസവളം, കറക്റ്റായിട്ട് ജലസേചനമൊക്കെ കൊടുക്കാനായിട്ട് പറ്റണം. അതിന് കയ്യിൽ പൈസ വേണം. അതുകൊണ്ട് ചെറുകിട കർഷകർക്ക് ഇനീഷ്യലി ഇതിനുള്ള സപ്പോർട്ടൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്, സബ്സിഡി പോലുള്ള സപ്പോർട്ടൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് ഹരിത വിപ്ലവം നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. വലിയ കർഷകർക്ക് മാത്രമാണ്, വൻകിട കർഷകർക്ക് മാത്രമാണ് കറക്റ്റ് ഔട്ട്പുട്ടാക്കി മാറ്റാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവം ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. അവശ്യ നിവേശങ്ങളുടെ ചിലവ് വഹിക്കാൻ കഴിവുണ്ടായിരുന്നത് വൻകിട കർഷകർക്കായിരുന്നതിനാൽ ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ ലാഭം കൊയ്തതും അവർ തന്നെ. മാത്രമല്ല അത്യുൽപാദന മേന്മയുള്ള വിളവുകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നതിനാൽ ഇത്തരം സാങ്കേതിക വിദ്യ സ്വീകരിച്ച ചെറുകിട കർഷകർക്ക് കീടാക്രമണം ഉണ്ടായാൽ എല്ലാം നഷ്ടമാകുമായിരുന്നു. ഈ നല്ല വിത്തിനങ്ങൾ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻപുട്സ് കൊടുക്കണം. ഇപ്പോൾ രാസവളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കപ്പാസിറ്റി വേണം. അത് ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്
അതുകൊണ്ട് ഈ വിളകൾ മാത്രം, ഈ വിത്തനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെറുകിട കർഷകർക്ക് അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല ഇനീഷ്യലി. അതുകൊണ്ട് സർക്കാർ സ്വീകരിച്ച നടപടികൾ മൂലം ഇത്തരം ഭയമെല്ലാം കുറയ്ക്കാനായി ചെറുകിട കർഷകർക്ക് ആവശ്യ നിവേശങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഗവൺമെൻറ് സബ്സിഡി നിരക്കിൽ രാസവളം നൽകുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള നടപടികളൊക്കെ അപ്പോൾ ഇനീഷ്യൽ നമുക്ക് ഏത് സംഭവമായാലും ഇനീഷ്യലി അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അത്ര ബോധവാന്മാരായിരിക്കില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇടപെട്ട് സബ്സിഡി നിരക്കിൽ രാസവളം നൽകുകയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കുറവുണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. സോ ഹരിത വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തിത്വങ്ങളുടെ പേരുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സും ഇത് രണ്ടും കൂടി കഴിഞ്ഞാൽ ഹരിത വിപ്ലവം നമുക്ക് എക്സാംസിന് വരുന്ന പോയിന്റ്സൊക്കെ നമ്മൾ ഒരുമാതിരിയൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നൊരു ടോപ്പിക്ക് ഈ ഒരു ചാപ്റ്ററാണ്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും LD ക്ലർക്ക് ലെവലായാലും ഡിഗ്രി ലെവലായാലും 10th ആൻഡ് എബോവ് ലെവൽസിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഇത്. ഈ ഒരു LPG റിഫോംസിനെ പറ്റിയിട്ട് അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ സത്യം പറയുകയാണെങ്കിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല, മുഴുവൻ വായിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയാനും എന്തൊക്കെയാണ് നടപ്പിലാക്കിയ രീതികളെക്കുറിച്ച് ബോധ്യപ്പെടാനൊക്കെ ഉപകരിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എക്കണോമിക് റിഫോംസ്, പരിഷ്കാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ സ്വീകരിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും അല്ലേ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതിനുശേഷം ഒരുപാട് വ്യാവസായിക നയങ്ങളൊക്കെ ഇന്ത്യ ഇറക്കുന്നുണ്ട്. 1948 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വ്യാവസായിക നയം അവതരിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം 1956 വ്യാവസായിക നയം, സോഷ്യലിസം ഒക്കെ ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നയം കൂടിയാണ് 1956 വ്യാവസായിക നയം എന്ന് പറയുന്നത്. ഇങ്ങനെ പോളിസീസ് ഒക്കെ ഇന്ത്യക്ക് ഉണ്ടെങ്കിലും ഇന്ത്യയിലെ വ്യവസായത്തിൻ്റെ അവസ്ഥ, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മോശമായിക്കൊണ്ടിരിക്കുന്നു. അതിന് പലവിധ കാരണങ്ങളുണ്ട്. നമുക്കറിയാം പോപ്പുലേഷൻ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ എങ്ങനെ കുതിച്ചുയരാണ് അല്ലേ. അപ്പോൾ ഉയരുന്ന പോപ്പുലേഷൻ, ഉയരുന്ന ജനസംഖ്യക്കനുസരിച്ചിട്ട് ആവശ്യങ്ങളും കൂടും, റിസോഴ്സസും കൂടും. അതിനനുസരിച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ആവശ്യമാണ്. അത് ഇതിലേക്ക് വഴിതെളിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദാരിദ്ര്യം, അസമത്വം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വഴിതെളിച്ചത്. അതുമാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ രീതികളായാലും അവർ ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ട് ഇൻകം വർദ്ധിപ്പിക്കാനുള്ള നടപടികളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. കുറേ മാർഗങ്ങളൊക്കെ വന്നെങ്കിൽ കൂടിയും അതൊന്നും പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും ഗവൺമെൻറ് പരാജയപ്പെട്ടു. അപ്പോൾ അവിടുത്തെ ഇന്ത്യയുടെ ആ സമയത്ത് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു പോളിസി, LPG എന്ന് പറയുന്ന ഒരു പോളിസി സ്വീകരിക്കാനായിട്ട് ഇന്ത്യ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ ആ സമയത്തെ അവസ്ഥയാണ് ഇനീഷ്യലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വിദേശ കടവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ ഇന്ത്യ അഭിമുഖീകരിച്ചു. വിദേശ കടത്തിൻ്റെ തിരിച്ചടവ് പോലും നടത്താൻ ഗവൺമെൻറ്റിന് കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും ഫുള്ള് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, കടം വാങ്ങലൊക്കെയാണ് ഇന്ത്യയുടെ ഇപ്പോഴും ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ കടം വാങ്ങിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് തിരിച്ചടയ്ക്കണം അല്ലേ. അപ്പോൾ അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. എണ്ണയും മറ്റ് പ്രധാന ഇന്ധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വിദേശ നാണ്യ ശേഖരം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വളരെ പരിമിതമായിരുന്നു. അതായത് രാജ്യത്തിൻ്റെ കൈവശമുള്ള വിദേശ നാണ്യ ശേഖരം ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് പോലും ആവശ്യമായ ഇറക്കുമതിക്ക് തികയുമായിരുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ കുതിച്ചുയർന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. സോ ഇതൊക്കെയാണ് ഇതിലേക്ക് നടത്തിയ പ്രധാന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള വരുന്ന പാരഗ്രാഫുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സാമ്പത്തിക പ്രശ്നങ്ങളായ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ജനസംഖ്യ വിസ്ഫോടനം എന്നിവയൊക്കെ ഇന്ത്യ ആ സമയത്ത് നേരിട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. പുതിയ വരുമാനമൊന്നും ഉണ്ടായില്ല, ചെലവ് കൂടിക്കൊണ്ടിരുന്നു, വരുമാനമൊന്നും ഉണ്ടായില്ല.
1980കളുടെ അവസാനത്തിൽ ഗവൺമെൻറ് ചെലവ് വരവിനേക്കാൾ അധികമാവാനായിട്ട് തുടങ്ങി. എല്ലാ സാധനങ്ങളുടെയും വില കുതിച്ചുയർന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യക്ക് കടം നൽകാനും തയ്യാറായിരുന്നില്ല. കാരണം എന്താണ്? കടം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ സമയത്തെത്തി. അപ്പോൾ ഈ അവസരത്തിലാണ് സാമ്പത്തിക സഹായത്തിനായി ഇന്ത്യ ലോകബാങ്കിൻ്റെ ഒരു ഏജൻസിയാണ് IBRD അല്ലേ, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, വേൾഡ് ബാങ്ക്, അന്താരാഷ്ട്ര നാണയ നിധിയെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMFനെ സമീപിക്കുകയും ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനായി $700 കോടി വായ്പയായി ലഭിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കണക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്റ്റേറ്റ്മെൻ്റായിട്ടും ഇത് കണ്ടിട്ടുണ്ട്. $700 കോടി വായ്പയായി ലഭിക്കുന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യയുടെ പ്രതിസന്ധിയൊക്കെ ഒരു പരിധിവരെ മറികടക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ പൈസ എങ്ങനെ തരുമ്പോൾ, കാരണം ആ സമയത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ഇന്ത്യക്ക് പൈസ തരാനായിട്ട് വില്ലിങ് ആയിരുന്നില്ല. പക്ഷേ കുറച്ച് കണ്ടീഷൻസോട് കൂടിയിട്ടാണ് പൈസ അനുവദിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ലിബറലൈസേഷൻ പോലെയുള്ള പോളിസീസൊക്കെ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ ലഭിക്കുന്നതിനായി നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും തുറന്നിടുകയും ചെയ്യേണ്ടിയിരുന്നു. സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക, വിവിധ മേഖലകളിലെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക, ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക എന്നിവയെല്ലാം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമെന്ന് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഇന്ത്യ LPG റിഫോംസ് അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ പോലെയുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. ഓക്കെ, ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ ഇന്ത്യ അംഗീകരിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സാമ്പത്തിക നയം, ന്യൂ ഇക്കണോമിക് പോളിസി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ഈ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ്, പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ ആവുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആയിരുന്നത് അല്ലേ. ന്യൂ ഇക്കണോമിക് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധി കേന്ദ്രം എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യ ന്യൂ എക്കണോമിക് പോളിസി തുടങ്ങുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നരസിംഹറാവു ആണ്. ആരാണ്? PV നരസിംഹറാവു ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത്. ധനകാര്യമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, ഈ ഫാക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ നയങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യ ആ സമയത്ത് പോയിരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശം സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ നിലവിലെ ആ സിറ്റുവേഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കണം അല്ലേ, അതാണ് ആദ്യത്തെ പ്രയോറിറ്റി. അപ്പോൾ 2 നയങ്ങളായിട്ടാണ് തരംതിരിച്ചിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ എന്തായിരിക്കും? സുസ്ഥിരമാക്കൽ നടപടികൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. അതായത് ആദ്യം ഉള്ള ഒരു സിസ്റ്റത്തിനെ ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നു പോയിരിക്കുകയായിരുന്നു, അതിനെ സ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ, ഇനി ഉള്ളതിനെ സ്റ്റേബിളാക്കി കഴിഞ്ഞാൽ അത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് മാത്രം പോരാ അല്ലേ, ഫ്യൂച്ചറിൽ ഇന്ത്യയിലെ ഭാവിയിലേക്കും അത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഘടനാപരമായ പരിഷ്കാരങ്ങൾ അഥവാ സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ്, ഇങ്ങനെ 2 രീതിയിലാണ് ഈ നയങ്ങളെ ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ എന്താണ്? സുസ്ഥിരമാക്കൽ നടപടികൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, ഘടനാപരമായ നടപടികൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോംസ്. ഈ 2 കാര്യങ്ങളുടെയും ഫങ്ഷൻസ് ഉൾട്ടയായിട്ട് കൺഫ്യൂസിംഗ് ആയിട്ട് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇത് യാതൊരു ബുദ്ധിമുട്ടില്ലാന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഷോർട്ട് ടേം ആണ്. അതായത് ഉള്ള സംഭവത്തെ സുസ്ഥിരമാക്കുക, സ്റ്റെബിലൈസ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഷോർട്ട് ടേം പോളിസീസ് അല്ലെങ്കിൽ ഹ്രസ്വകാല നടപടികൾ? എന്താണ്? നമ്മൾ പറഞ്ഞു കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, ഇതായിരുന്നു പ്രധാനമായിട്ടും നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത് സോൾവ് ചെയ്യുക. അടവു ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. അപ്പോൾ മനസ്സിലായല്ലോ, ഷോർട്ട് ടേം ഹ്രസ്വകാല നടപടികളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് അല്ലെങ്കിൽ സുസ്ഥിരമാക്കൽ നടപടികൾ. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ, കട തിരിച്ചടയ്ക്കണമല്ലേ, അപ്പോൾ അതിനുള്ള കമ്മി പരിഹരിക്കുക, അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക, പിന്നെ ഒരുപാട് പൈസ ഇൻഫ്ലേഷൻ ആയിരുന്നു അല്ലേ, പണപ്പെരുപ്പമായിരുന്നു, സാധനങ്ങളിലൊക്കെ വില കുതിച്ചുയർന്നൊരു സമയമായിരുന്നു, അതുകൊണ്ട് പണപ്പെരുപ്പം നിയന്ത്രിക്കുക. ഇതാണ് ഹ്രസ്വകാല നടപടികളിനകത്ത് ഉണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആവശ്യമായ വിദേശ നാണ്യശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ഘടനാപരമായ പരിഷ്കാര നയങ്ങൾ ദീർഘകാല
നടപടികളാണ്. അപ്പോൾ ഇനി ലോങ് ടേം ആയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ലോങ് ടേം പോളിസീസ് ഉണ്ട്. അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്ട്രക്ചറൽ റിഫോമൽ മെഷേഴ്സ് അല്ലെങ്കിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ലോങ് ടേം ആണ്, മറ്റേത് ഷോർട്ട് ടേം ആണ്, ഇത് ലോങ് ടേം ആണ്. അപ്പോൾ അതിലെന്തൊക്കെ മാറ്റങ്ങളാണ്? സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം പോളിസീസ് എന്താണ്, ലോങ് ടേം പോളിസീസ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് സുസ്ഥിരമാക്കൽ നടപടികൾ അല്ലെങ്കിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ആദ്യത്തെ കറണ്ട് സിറ്റുവേഷൻ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത് നമ്മൾ ഇന്ത്യ വളർന്നിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വിധത്തിൽ ഇന്ത്യയുടെ ഇക്കോണമി വളരണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഈ നയങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ച വിവിധ നയങ്ങളാണ് മൂന്നായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അതിൽ തന്നെ ഓരോന്നിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്റർ മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റും PSC ചോദിക്കുന്നത് കൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ എന്തുകൊണ്ടാണ്? ആ ഒരു വാക്കിൽ തന്നെയുണ്ട്. ലിബറൽ കുറച്ചും കൂടി ഒരു ഫ്രീഡം, കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുക്കുക അല്ലേ. അതായത് ഓരോ വ്യാവസായിക നയമൊക്കെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിന് മുന്നേയുള്ള നയങ്ങളിലായാലും കുറച്ച് കൺട്രോൾഡ് ആയിരുന്നു. പുതിയ വ്യവസായങ്ങളൊക്കെ തുടക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈസൻസ് പോലുള്ള കുറച്ച് സ്ട്രിക്റ്റ് വ്യവസ്ഥകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അതായത് ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരവൽക്കരണ നടപടികൾ. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. നമ്മൾ പറഞ്ഞു ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ചട്ടക്കൂടുകളൊക്കെ ഉണ്ടായിരുന്നു. ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അനുമതി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വ്യവസ്ഥകളുണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ സ്മൂത്താക്കി. പ്രധാനമായും വ്യവസായ അനുമതി നൽകൽ, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, അത് നൽകാനായിട്ട് തുടങ്ങി. കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസീസ്, എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ചും കൂടെ ഈസി ആക്കുന്നുണ്ട്, ലിബറൽ ആക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യാ നവീകരണം, ടെക്നോളജി അപ്ഗ്രഡേഷൻ, ധനനയം, ഫിസ്ക്കൽ പോളിസി, വിദേശ നിക്ഷേപം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു ഈ ലിബറലൈസേഷൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ഏതൊക്കെയാണ്? പ്രധാനമായും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, സാങ്കേതിക വിദ്യ നവീകരണം, ടെക്നോളജി അപ്ഗ്രഡേഷൻ, ധനനയം, ഫിസ്ക്കൽ പോളിസി, വിദേശ നിക്ഷേപം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ രംഗങ്ങളിലായിരുന്നു ഇത് പ്രാവർത്തികമാക്കിയത്. ഓക്കെ, 1991 അതിനുശേഷവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ വ്യവസായ മേഖല, ധനകാര്യ മേഖല, നികുതി പരിഷ്കാരം, വിദേശ വിനിമയ കമ്പോളങ്ങൾ, വ്യാപാര നിക്ഷേപ മേഖലകൾ എന്നിവയെക്കുറിച്ച് പഠിക്കാം. ഇനി ഓരോന്നിനെയും കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഇനി ഓരോന്ന് എന്താണെന്ന് പറയാണ്. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖലയിലെ നിയന്ത്രണം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ. അപ്പോൾ വ്യവസായ മേഖലയിലാണ് മെയിനായിട്ട് ഈ അനുമതി പത്രം, ലൈസൻസിങ് ഒക്കെ നിലനിന്നിരുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞു എന്ന് പറയാനായിട്ട് പറ്റുമോ? പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ നോട്ടത്തിൽ തുടങ്ങേണ്ട കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ആറ്റോമിക് എനർജി, അതുപോലെ തന്നെ ഡിഫെൻസീവ് സിസ്റ്റം, ഇതൊക്കെ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ വേണം. അപ്പോൾ അതൊന്നും പൂർണ്ണമായിട്ട് പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചില നിയന്ത്രണങ്ങൾ, ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതെല്ലാം പ്രൈവറ്റ് സെക്ടറിനും കൂടെ തുറന്നു കൊടുക്കുകയാണ്. അതാണ് വ്യവസായ മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാറ്റം. ഇനി നമുക്ക് നോക്കാം, ഏതൊരു സംരംഭകനും വ്യവസായം തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും ഏതൊക്കെ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം എന്നതിനും സർക്കാരിൽ നിന്നുള്ള വ്യാവസായിക അനുമതി അഥവാ ലൈസൻസ് ആവശ്യമായിരുന്നു. ഒട്ടനവധി വ്യവസായങ്ങളിൽ സ്വകാര്യ മേഖലയെ അനുവദിച്ചിരുന്നില്ല. ചില സാധനങ്ങളുടെ ഉൽപ്പാദനം ചെറുകിട വ്യവസായ മേഖലയ്ക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. 1955-56 കാലഘട്ടങ്ങളിൽ ചെറുകിട വ്യവസായങ്ങളൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇത്, കാർവേ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, ചെറുകിട വ്യവസായ മേഖലയ്ക്ക് അവർക്ക് കുറച്ച് സബ്സിഡീസ് കൊടുക്കുക, അവർ ഉയർന്നു വരണം എന്നുള്ളൊരു നല്ല ലക്ഷ്യത്തോടു കൂടി ആണെങ്കിലും വൻകിട വ്യവസായ മേഖല അപ്പോൾ പ്രതിസന്ധിയിലാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് നാഷണൽ ഇൻകം ഒക്കെ കൂടണമെങ്കിൽ ചെറുകിട വ്യവസായം അതുപോലെ തന്നെ വൻകിട വ്യവസായത്തിൻ്റെ വർധനവും അവരുടെ കാര്യങ്ങളും കുറച്ചും കൂടെ സുഗമമാക്കണം അല്ലേ. അപ്പോൾ അതിനൊക്കെ
വേണ്ടിയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ലിബറലൈസേഷൻ വന്നതോട് കൂടിയിട്ടാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയത്തിലും വിതരണത്തിലും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം നിലനിന്നിരുന്നു. 1991 അതിനുശേഷവും തുടങ്ങിയ പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ള മിക്ക നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു. മിക്ക നിയന്ത്രണങ്ങളും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ നിയന്ത്രണങ്ങളും എന്നുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ നിയന്ത്രണങ്ങളും അല്ല, മിക്ക നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം എന്തിൻ്റെയൊക്കെ നിയന്ത്രണമാണ് നിലനിർത്തിയത്? മദ്യം, സിഗരറ്റ്, ആപൽകരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെയുള്ള മറ്റെല്ലാ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്ര സംവിധാനം ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ലൈസൻസിങ് ആവശ്യമാണ്. അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കുകയാണ്, ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷിതത്വത്തിന് ഇത് ഇഷ്യൂ ആണ്. അത് നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനൊക്കെ ലൈസൻസ്, അനുമതി പത്രം ആവശ്യമാണ്. ഇതിനൊഴികെയുള്ള ബാക്കിയുള്ള പ്രോഡക്ട്സിൻ്റെ നിർമ്മാണത്തിനൊക്കെ ആണെങ്കിൽ ലൈസൻസ് എടുത്ത് കളഞ്ഞു. ഇനി കുറച്ച് വ്യവസായങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങൾ ഗവൺമെൻറ്റിന് മാത്രമായിട്ടുള്ളതുണ്ട്. രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവ ഊർജ ഉൽപാദനം, റെയിൽ ഗതാഗതം എന്നീ വ്യവസായങ്ങൾ മാത്രമാണ് പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തത്. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടുള്ള റൈറ്റ്സ് ആർക്കാണ്? അത് പൊതുമേഖലയ്ക്കാണ്. ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളിൽ ലൈസൻസിങ് നിലനിർത്തി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലൈസൻസ്, അനുമതി പത്രം എടുത്തു കളഞ്ഞു. ഇതാണ് വ്യവസായ മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ചെറുകിട വ്യവസായ മേഖലയിൽ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒട്ടേറെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ സംവരണം ഗവൺമെൻറ് ഇല്ലാതാക്കി. ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ, ധനകാര്യ മേഖലയിൽ എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് വ്യാവസായിക മേഖലയിലുള്ള പരിഷ്കാരങ്ങളാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്ത് ധനകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാവുന്ന ഫാക്റ്റാണ് അല്ലേ. RBI ആണ്. RBI ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതൊക്കെ നമുക്ക് വഴിയെ കവർ ചെയ്യാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? RBI ആണ് അല്ലേ. സോ ഓരോ ബാങ്കും കൈവശം വെക്കേണ്ട പണത്തിൻ്റെ അളവ്, ചുമത്തേണ്ട പലിശ നിരക്കുകൾ, വിവിധ മേഖലകൾക്കുള്ള വായ്പാ രീതികൾ മുതലായവയെല്ലാം റിസർവ് ബാങ്ക് തീരുമാനിക്കുന്നു. ധനകാര്യ മേഖലയുടെ കൺട്രോളർ എന്ന സ്ഥാനത്ത് നിന്നും സഹായകൻ, ഫെസിലിറ്റേറ്റർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പരിഷ്കാരത്തിലൂടെ വന്ന മാറ്റമാണ്. കൺട്രോളറിൽ നിന്നും ഫെസിലിറ്റേറ്റർ എന്ന തലത്തിലേക്ക് റിസർവ് ബാങ്കിൻ്റെ ചുമതലകളെ മാറ്റുക എന്നത് ധനകാര്യ മേഖല പരിഷ്കാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. സോ RBI കൺട്രോളർ എന്ന പദവിയിൽ നിന്ന് ഫെസിലിറ്റേറ്റർ എന്ന ഇതാക്കി മാറ്റി. പിന്നെ നമുക്കറിയാം, നമ്മൾ ഈ ന്യൂ ജനറേഷൻ ബാങ്കുകളൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. ബാങ്ക് നമുക്ക് സിലബസിൽ പറയുന്നതാണ്. അപ്പോൾ ICICI ഒക്കെ വരുന്നത് ഏത് വർഷമാണ്? 1990-കളല്ലേ. 1994 ICICI പോലുള്ള ബാങ്കുകളൊക്കെ ഇന്ത്യയിൽ വരുന്നത്. സോ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് റിസർവ് ബാങ്കുമായി കൂടി ആലോചിക്കാതെ തന്നെ ധനകാര്യ മേഖലയ്ക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശമൊക്കെ നൽകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പരിഷ്കാര നയത്തിൻ്റെ ഫലമായി നിരവധി സ്വകാര്യ ബാങ്കുകൾ, ഇന്ത്യൻ ബാങ്കുകളും വിദേശ ബാങ്കുകളും നിലവിൽ വന്നു. അപ്പോൾ ബാങ്കുകൾക്ക് മേലുള്ള റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കൺട്രോളൊക്കെ കുറച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഒരുപാട് ബാങ്കുകൾ സ്ഥാപിക്കാനായിട്ട് കാരണമായത്. വിദേശ നിക്ഷേപ പരിധി 50% ഉയർത്തിക്കൊണ്ടുവന്നു. കൂടി ആലോചിക്കാതെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ, പുതിയ ബ്രാഞ്ചുകൾ നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ആ ബാങ്കുകൾക്ക് തന്നെ പവർ കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് വളരെ എല്ലാം ഫുൾ കൺട്രോൾ പ്രൈവറ്റ് ബാങ്കുകൾക്ക് കൊടുത്തു എന്നുള്ളത് മീനിങ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് കുറച്ച് കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യും. അത് ആവശ്യമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ അത് ആവശ്യമാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും എന്നുള്ളൊരു മീനിങ് അല്ല. എന്നാലും മെജോറിറ്റി കാര്യങ്ങളൊക്കെ ഒരു അയവ് വന്നു എന്നുള്ളതാണ് ഇവിടെ മീനിങ്. അത് തന്നെയാണ് RBIയുടെ കാര്യം പറയുമ്പോഴും ഇവിടെ പറയുന്നുണ്ട്, ചില ഭരണനിർവഹണ അധികാരങ്ങൾ റിസർവ് ബാങ്കിൽ തന്നെ നിലനിർത്തി, ബാക്കി എല്ലാതും ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ലിബറലൈസേഷൻ പോളിസീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ആദ്യം ഡിസ്കസ് ചെയ്തത് വ്യാവസായികത്തിൽ എന്തൊക്കെ മാറ്റമാണ് വന്നത്. രണ്ടാമത് ഡിസ്കസ് ചെയ്തത് ഈ ബാങ്കുകളിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി ടാക്സ് റിഫോംസ് നികുതിയിൽ വന്ന മാറ്റങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ നികുതി വ്യവസ്ഥ, പൊതു ചെലവ് എന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു നികുതി പരിഷ്കാരങ്ങൾ, ഈ നിയമങ്ങളൊക്കെ ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? ധനനയം, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇനി രണ്ട് തരം നികുതികളാണുള്ളത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇൻഡയറക്റ്റ് ടാക്സ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് GST ആണല്ലേ. അപ്പോൾ ഈ പരിഷ്കാരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യ GST ഒന്നും സ്വീകരിച്ചിട്ടില്ല. GST ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എനിവേസ്
രണ്ട് തരത്തിലുള്ള ടാക്സുകളാണുള്ളത്. ഡയറക്റ്റ് എന്ന് പറയുമ്പം ഒരു വ്യക്തികളുടെ വരുമാനത്തിലെ കമ്പനിയുടെ ലാഭത്തിലൊക്കെ ചുമത്തുന്നതാണ് പ്രത്യക്ഷ നികുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഇൻകം ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെയാണ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പം ആ സമയത്ത് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ റേറ്റ് കുറച്ചു എന്നുള്ളതാണ്. ഒരാൾ ഇൻകം അയാൾക്ക് കൂടുതലാകുമ്പോൾ അതിനനുസരിച്ചിട്ട് അയാളുടെ ടാക്സ് പേ ചെയ്യണമെന്നാണെങ്കിലും ഈ ടാക്സിൻ്റെ റേറ്റ്സ്, ടാക്സിൻ്റെ നിരക്കുകൾ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ടാക്സ് നിരക്ക് കൂടുമ്പോൾ അവിടെ എന്താ പ്രശ്നം വരിക? ആൾക്കാർ ടാക്സ് അത്രയധികം അടയ്ക്കാനായിട്ട് വില്ലിങ് ആവില്ല, നികുതി വെട്ടിപ്പ് നടത്തും. അതിപ്പോൾ അന്നായാലും ഇന്നായാലും നികുതി വെട്ടിപ്പ് നടത്തുന്നവർ വെട്ടിപ്പ് നടത്തുന്നുണ്ട്. സോ എനിവേസ് നികുതി വെട്ടിപ്പ് കൂടുതലാവുമ്പോൾ എന്താ ഉണ്ടാവുക? അത് പറ്റിക്കാനൊക്കെ ഗവൺമെൻറ്റിന് പറ്റിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ സർക്കാരിന് കിട്ടേണ്ട വരുമാനം അവിടെ കിട്ടുന്നില്ല അല്ലേ? സോ ടാക്സ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നികുതി വെട്ടിപ്പ് കുറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നികുതിയുടെ നിരക്ക് കുറയ്ക്കുന്നുണ്ട്. അതാണ് ടാക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത്. വ്യക്തികളുടെ വരുമാനത്തിലും കമ്പനിയുടെ ലാഭത്തിലും ചുമത്തുന്നത് പ്രത്യക്ഷ നികുതിയാണ്. 1991 മുതൽ വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായി കുറച്ചുകൊണ്ടുവന്നു. നികുതി വെട്ടിപ്പ് വർദ്ധിക്കാനുള്ള പ്രധാന കാരണം ഉയർന്ന നികുതി നിരക്കാണ് എന്നതുകൊണ്ടായിരിക്കാം നികുതി നിരക്ക് കുറച്ചത്. അപ്പോൾ നികുതി നിരക്ക് മിതമാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മറ്റൊരു മാറ്റമാണ്. ഇനി അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിലായാലും പരിഷ്കരണം കൊണ്ടുവന്നു. ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നികുതി പൊതുവെ കുറച്ചു എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ലഘൂകരിക്കുകയും അതുപോലെ നികുതി അടയ്ക്കണമെങ്കിൽ ഒരുപാട് അതിൻ്റെ പ്രൊസീജിയേഴ്സും കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് നികുതി അടയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കലായിരുന്നു. നികുതി ഒടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും നികുതി നിരക്ക് കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ് ടാക്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുത്തിയ മാറ്റം. ഇനി ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ്, വിദേശ വിനിമയത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് ചെയ്തത് എന്നുള്ളതാണ്. വിദേശകാര്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ പരിഷ്കാരം ഉണ്ടായത് വിദേശ വിനിമയ വിപണിയിലാണ്. അടവുശിഷ്ട പ്രതിസന്ധിക്ക്, എന്താണ് അടവുശിഷ്ട പ്രതിസന്ധി? നമ്മൾ പറഞ്ഞു, നമ്മൾ കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, അവിടെ കമ്മിയാണ് അനുഭവപ്പെടുന്നത്. ഉടനടി പരിഹാരം കാണാനാണ് വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. ഡിവാലുവേഷൻ, ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. അപ്പോൾ ഇന്ത്യ ആ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ ഫോഴ്സ്ഫുൾ ആയിരുന്നു, അതുകൊണ്ടാണ് ഡിവാലുവേഷൻ ചെയ്തത്. അപ്പോൾ ഈ അന്ന് നടത്തിയ എല്ലാ മാറ്റങ്ങളെയും എല്ലാവരും പോസിറ്റീവായിട്ടും ഒന്നുമല്ല കാണുന്നത്. ചിലത് പോസിറ്റീവായിട്ടും ചിലത് നെഗറ്റീവായിട്ടും ഒക്കെ കാണുന്നവരുണ്ട്. പക്ഷേ ഇന്ത്യ കൈക്കൊണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോളിസിയാണ് ന്യൂ എക്കണോമിക് റിഫോംസ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ആ സമയത്ത് സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. വിദേശ കറൻസിയുമായിട്ട് താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് ഇന്ത്യ എത്തിപ്പെട്ടു. സോ അതുകൊണ്ട് ഡിവാലുവേഷൻ, ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക എന്നുള്ളതാണ് വിദേശ വിനിമയ പരിഷ്കാരങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാറ്റം. ഇതിൻ്റെ ഫലമായി വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൂടുതൽ പ്രവഹിച്ചു. കൂടാതെ വിനിമയ നിരക്ക് റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ നിന്ന് മാറി വിദേശ വിനിമയ വിപണി തീരുമാനിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കൺട്രോളർ ആയിരുന്നു RBI, കൺട്രോളർ മാറ്റി ഫെസിലിറ്റേറ്ററായി. അതുകൊണ്ട് ഇപ്പോൾ RBI ആയിരുന്നു എല്ലാ ഡിസിഷൻസും എടുത്തിരുന്നത്. അതല്ലാണ്ട് നമുക്കൊരു വിപണി ഉണ്ടല്ലേ, മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റിനും കൂടെ ഡിസിഷൻ എടുക്കാനുള്ള ഒരു പവർ ഈ ഒരു മാറ്റങ്ങളിലൂടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണ്യത്തിൻ്റെയും ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ വിനിമയ നിരക്ക് തീരുമാനിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് വിദേശ വിനിമയത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായ മാറ്റം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ് ആണ്. വ്യാപാര നിക്ഷേപത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അതിന് മുന്നേ നിലനിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ്, നികുതിയുടെ കാര്യത്തിലായാലും അളവിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്കാണ് കോട്ട അല്ലെങ്കിൽ താരിഫ് എന്നൊക്കെ പറയുന്നത്. കോട്ട എന്ന് പറയുമ്പോൾ എന്താണ്? അളവിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇത്ര എമൗണ്ടാണ് ഇറക്കുമതി ചെയ്യുക, ഇത്ര എന്നുള്ളതിൻ്റെ ഒരു അളവ് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ മേൽ നികുതി ഉണ്ടായിരുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ താരിഫ് റേറ്റ് കൂടുതലായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ റിഫോംസിന് മുന്നേ നിലനിന്നിരുന്നു. അതിനൊക്കെ അയവ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വ്യാപാര പരിഷ്കാരങ്ങളിൽ ലക്ഷ്യമിട്ടതെന്ന് നോക്കാം.
ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ, അതാണ് ഈ ക്വാട്ട. അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാറ്റമാണ്. ഇറക്കുമതി ചുങ്ക നിരക്ക് അഥവാ താരിഫ് റേറ്റ് കുറച്ചു കൊണ്ടുവരിക ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന മാറ്റം. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു കൊണ്ടുവരിക, അതുപോലെ ഇറക്കുമതിക്ക് ആവശ്യമായ അനുമതി നൽകൽ. എല്ലാതും പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാത്തിനും ഈ ലൈസൻസിങ് ആവശ്യമായിരുന്നു. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇറക്കുമതിക്ക് ആവശ്യമായ അനുമതി നൽകൽ നടപടികൾ ഒഴിവാക്കുക. അപകടകരവും പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നതുമായ വ്യവസായങ്ങൾക്കൊഴികെ മറ്റെല്ലാ വ്യവസായങ്ങൾക്കും ഇറക്കുമതി അനുമതിപത്രം ഇല്ലാതാക്കി. ഓക്കെ, അപ്പോൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ്, അനുമതി നിർത്തലാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ അത്രയ്ക്കും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും ഈ ഇറക്കുമതിക്കുള്ള അനുമതി പത്രം ഇല്ലാതാക്കി. 2001 ഏപ്രിൽ മുതൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വ്യാവസായിക ഉപയോഗ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും അളവ് നിയന്ത്രണം പൂർണ്ണമായും ഇല്ലാതാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിന് കയറ്റുമതി ചുങ്കം, കേൾക്കുമ്പോൾ നമ്മൾ കയറ്റുമതിക്ക് കൊടുക്കുന്നതിനാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറക്കുമതിക്കാണെങ്കിൽ ആ ഒരു ടാക്സിനെ താരിഫ് റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ഡ്യൂട്ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് വ്യാപാര നിക്ഷേപ നയപരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് എന്തിൻ്റെ അണ്ടറിലാണ്? ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞത് ആദ്യമായിട്ട് ഉദാരവൽക്കരണം വ്യവസായ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കുറേ കാര്യങ്ങളൊക്കെ ലൈസൻസിങ് ഒഴിവാക്കി, കുറച്ച് കാര്യങ്ങൾ മാത്രം പൊതുമേഖലയ്ക്കായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു എന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി ധനകാര്യ മേഖലയിലാണെങ്കിൽ RBIനെ മെയിനായിട്ടും എന്താക്കി മാറ്റി? കൺട്രോളർ എന്നുള്ളത് മാറ്റി ഫെസിലിറ്റേറ്റർ ആക്കി മാറ്റി. കുറച്ച് അധികാരങ്ങൾ ആർക്കും കൊടുത്തു? പ്രൈവറ്റായിട്ട് വരുന്ന പുതിയ ബാങ്കുകൾക്കൊക്കെ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വകാര്യ ബാങ്കുകൾ ഇന്ത്യയിൽ വരുന്നു. ചില അധികാരങ്ങൾ മാത്രം RBIക്ക് നിലനിർത്തി, ബാക്കിയുള്ള ഒരുപാട് അധികാരങ്ങൾ ആർക്കും കൊടുത്തു? പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്കും കൊടുത്തു. ഇനി ടാക്സിൽ വന്നിട്ടുള്ള പരിഷ്കാരങ്ങളാണ് ഡയറക്റ്റ് നികുതിയും ഇൻഡയറക്റ്റ് നികുതിയും രണ്ടായാലും കുറയ്ക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടാക്സിൽ വരുത്തിയ മാറ്റങ്ങൾ. വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കൂട്ടുകയാണോ ചെയ്തത്? അല്ല, കുറയ്ക്കുകയാണോ ചെയ്തത്? എന്താണോ ഡിമാൻഡ് അതിനനുസരിച്ച് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലെത്തി. പിന്നെ വന്നിട്ടുള്ള മാറ്റമാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. മെയിനായിട്ട് ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ. ക്വാട്ട ഒരളവുണ്ടായിരുന്നു, ആ നിയന്ത്രണമൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അതുപോലെ തന്നെ നികുതിയിൽ വന്ന മാറ്റം, കയറ്റുമതിക്കുള്ള ചുങ്കം അഥവാ എക്സ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇതൊക്കെയാണ് ലിബറലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച പോയിന്റ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ന്യൂസുകളൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നതാണ്, അദാനി ഗ്രൂപ്പ് അത് ഏറ്റെടുത്തു, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് അത് ഏറ്റെടുത്തു, എയർപോർട്ടുകൾ കുറച്ച് പ്രൈവറ്റൈസ് ചെയ്തു, സ്വകാര്യവൽക്കരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ വായിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ 1991 അപ്പോൾ സ്വകാര്യവൽക്കരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശമോ അതിൻ്റെ ചുമതലയൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നുള്ളതാണ്. ഇത് തന്നെ രണ്ട് രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട്. ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, രണ്ട് രീതിയിൽ സ്വകാര്യ കമ്പനികളാക്കി മാറ്റാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക. രണ്ട് തരത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ വിൽക്കുക എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാം. ഇനി ചിലതാണെങ്കിൽ പിൻവാങ്ങുക എന്നുള്ളൊരു കേസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ ഇടപെടും, അല്ലെങ്കിൽ അതൊരു സ്വകാര്യ സ്ഥാപനമായിട്ട് മാറുമ്പോൾ കുറച്ചും കൂടി ഒരു മാനേജ്മെൻ്റ് ഒക്കെ നല്ലതാവും. ആ സ്ഥാപനത്തിന് ഒരു ലാഭത്തിലോട്ടൊക്കെ നയിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും സ്വകാര്യ മാനേജ്മെൻറ്റിന് കഴിയും എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലും സ്വകാര്യവൽക്കരണം ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലാണ് സ്വകാര്യവൽക്കരണത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തത്. ഇനി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട്. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിനെയാണ് മൂലധന നിക്ഷേപ സ്വകാര്യവൽക്കരണം, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം ആധുനികവൽക്കരണം കൊണ്ടുവരിക എന്നതാണ് ഓഹരി വിൽപ്പനയിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ പോസിറ്റീവ്സ് ആണ് ഇനി പറയുന്നത്. സ്വകാര്യ മൂലധനം, മികച്ച മാനേജ്മെൻറ്റ് എന്നിവയെ പൊതുമേഖലാ വികസനത്തിനായി ഉപയോഗിക്കുക എന്നതും ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യമായിരുന്നു. കൂടാതെ രാജ്യത്തിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ സ്വകാര്യവൽക്കരണം പ്രചോദനമാകും എന്ന് ഗവൺമെൻറ് കണക്കാക്കി.
നടപ്പിലാക്കിയിരുന്നു. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മാനേജ്മെൻറ്റ് സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ സ്വയം ഭരണാധികാരം നൽകി. ഉദാഹരണത്തിന് മഹാരത്നകൾ, നവരത്നകൾ, മിനിരത്നകൾ എന്നീ പ്രത്യേക പദവികളൊക്കെ നൽകുന്നത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്രയും എമൗണ്ടിന് കൂടുതൽ ലാഭം കൊയ്യുന്ന, അതും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, കുറച്ചധികം കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കമ്പനികളാണെങ്കിൽ അതാണ് മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ഒക്കെ ചെയ്യുന്നത് ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ലിബറലൈസേഷൻ, രണ്ടാമത് നമ്മൾ നോക്കിയത് പ്രൈവറ്റൈസേഷൻ, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന അടുത്തൊരു മാറ്റമാണ് ഗ്ലോബലൈസേഷൻ, അല്ലേ? ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം ആ പേരിൽ തന്നെയുണ്ട്. ലോകത്തെ മൊത്തം ഒരു മാർക്കറ്റായിട്ട് മാറ്റുക. ലോകം മൊത്തം ഒരു മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ്സ് എന്താണ്? ഗ്ലോബലൈസേഷൻ. ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ MNC ഒക്കെ നമുക്കറിയാം, പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ ആൾക്കാർ പല പുറമേയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ലോകം മൊത്തം ഒരു മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഗ്ലോബലൈസേഷൻ. എല്ലാത്തിൻ്റെയും പോലെ ഇതിനും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട്. സോ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെയാണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആഗോളവൽക്കരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് സങ്കീർണമായൊരു പ്രതിഭാസമാണ്. ലോകത്തെ കൂടുതൽ പരസ്പര ആശ്രയത്വമുള്ളതായും കൂട്ടിച്ചേർക്കപ്പെടുന്നതുമായ നയങ്ങളുടെ പരിണിത ഫലമാണ് ആഗോളവൽക്കരണം. സാമ്പത്തികവും സാമൂഹികവും ഭൂമിശാസ്ത്രപരവുമായ അതിരുകളില്ലാത്ത പ്രവർത്തന ശൃംഖലകൾ സൃഷ്ടിക്കലാണ് ഇതിലുള്ളത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് അതിരുകളില്ലാതെ ലോകം ഒരു മാർക്കറ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്നൊരു ടേം പ്രീവിയസ് ആയിട്ട് റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു 2024 PSC ചോദിച്ചൊരു ടേമും കൂടിയാണ്. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്ന് ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം പണിക്കാർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. സോ എന്താണ് ഈ ഔട്ട്സോഴ്സിങ്? നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്തുള്ള ആൾക്കാർ, ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു കമ്പനിക്ക് അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സോഴ്സസ് ഒക്കെ പരിമിതമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഒരു കമ്പനി ആകുമ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും. സുരക്ഷ, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഒരു കമ്പനിക്കകത്ത് വർക്ക് ചെയ്യും. അപ്പോൾ അവർക്കുള്ള ലഭിക്കുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ പരിമിതമായിരുന്നു. എന്നാൽ പുറം പണിക്കാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ മേ ബി വർക്ക് ചെയ്യുന്നത് ബാക്കിയുള്ളൊരു രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അവരൊക്കെ എക്സ്പേർട്ട് ഇവിടെയുണ്ട്. ഇപ്പോൾ സുരക്ഷാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ കോഡ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. അതാണ് പുറം പണിക്കാർ. മുൻകാലങ്ങളിൽ രാജ്യത്തിനകത്തുനിന്ന് തന്നെ നൽകപ്പെട്ടിരുന്ന സേവനങ്ങൾ ഇപ്പോൾ പുറത്തുനിന്നും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു. വാർത്താവിനിമയ ബന്ധത്തിലുണ്ടായ വലിയ വികസനം ഇതൊക്കെ പോസിബിൾ ആക്കുന്നത് ഓഫ് കോഴ്സ് ടെക്നോളജിയാണ്, അല്ലേ? അപ്പോൾ പ്രത്യേകിച്ചും വിവരസാങ്കേതിക വിദ്യയുടെ വികസനം ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന നിലയിൽ പുറം പണി കരാറിനെ അടുത്ത കാലത്തായി കൂടുതൽ ശക്തിപ്പെടുത്തി. സോ അതാണ് ബേസിക്കലി ഔട്ട്സോഴ്സിംഗ്, പുറം പണിക്കാർ എന്ന് പറയുന്നത്. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഗാഡ്, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഗാഡ് പിൻഗാമിയാണ്. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ലോക വ്യാപാര സംഘടന നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് വേൾഡ് ഹിസ്റ്ററിയിലും നമുക്ക് പഠിക്കാനുണ്ട്. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എന്നാണ്? 1995 ജാനുവരി 1 നിലവിൽ വരുന്നത്. അപ്പോൾ ജാനുവരി 1 അത് നിലവിൽ വരുന്ന അന്ന് തൊട്ട് ഇന്ത്യ അതിലെ അംഗരാജ്യമാണ്. സോ ഈ ഒരു ചാപ്റ്റർ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1991 ഇന്ത്യയിൽ നടന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. അപ്പോൾ SCERT കൂടെ വായിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം, അവിടെ പറയുന്നുണ്ട് 1991 ന്യൂ എക്കണോമിക് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ 1980കളുടെ പകുതികളിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ആ ഒരു ഫാക്ടറും കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിലേക്ക് നയിച്ച സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറഞ്ഞു വരുന്ന വിദേശ നാണ്യം, കയറ്റുമതി വർധനവിനെ അല്ലാതെയുള്ള ഇറക്കുമതി വർധനവ്, ഉയർന്ന തോതിലുള്ള വിലക്കയറ്റം എന്നീ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 3 രീതിയിലാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഓരോന്നും ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനമായിട്ടും വ്യവസായ മേഖല, ധനകാര്യ മേഖലയിലാണ് വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കാർഷിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ കാർഷിക മേഖലയാണല്ലേ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ആയിരുന്നില്ല.
അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും കംപ്ലീറ്റ് ഒരു സക്സസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഏറ്റവും കൂടുതൽ ഇത് റിസൾട്ട് ചെയ്തത്, ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗപ്പെട്ടത് സേവന മേഖലയ്ക്കാണ് എന്നുള്ളൊരു കൺക്ലൂഷനും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നൊരു സംഘടനയെക്കുറിച്ചിട്ടുള്ള സ്ഥാപനത്തെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. ആഗോള വിഭവങ്ങളുടെ ഏറ്റവും മികച്ച ഉപഭോഗം, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്തുന്നതിന് നിയമാധിഷ്ഠിത വ്യാപാര വാഴ്ച സ്ഥാപിക്കുക എന്നതാണ് ലോക വ്യാപാര സംഘടനയുടെ ലക്ഷ്യം. ഔട്ട്സോഴ്സിംഗ്, പുറം പണിക്കാർ എന്നത് ഒരു ബിസിനസ് പ്രവർത്തനമാണ് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നത്. അതുപോലെ തന്നെ പരിഷ്കരണ കാലഘട്ടത്തിൽ കാർഷിക മേഖല, വ്യവസായ മേഖല എന്നിവയിൽ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ കുറയുകയാണ് ചെയ്തത്. സേവന മേഖലയിൽ വളർച്ചാ നിരക്ക് കൂടുകയാണ് ഉണ്ടായത്. ഓക്കെ, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. സോ എക്കണോമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് കഴിഞ്ഞത്. ഇനി നമുക്ക് എന്തായാലും നീതി ആയോഗ്, ബഡ്ജറ്റ്, ബാക്കി RBI ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നീതി ആയോഗൊക്കെ എത്രയും റിലവൻ്റ് ആണെന്നുള്ളത് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. സോ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ഫീഡ്ബാക്സ് കൂടെ കമൻറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.